ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലുള്ള രണ്ട് സാധനം വെച്ചിട്ടാണ് ഈ ഒരു ക്രീം ഉണ്ടാക്കുന്നത്. കറുത്ത പാട്, കരിവാളിപ്പ് എന്ന് പോകാൻ വേണ്ടി മാത്രമല്ല, മുഖം നല്ല നിറം വരാനും ശരിക്കും നല്ലൊരു ഷൈനിങ് വരാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന വളരെ നല്ലൊരു ക്രീമാണിത്. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഒരാഴ്ച വരെ അല്ലെങ്കിൽ ഒരു 10 ദിവസം വരെയെല്ലാം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ കേടാവാണ്ട് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ദിവസവും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ മടി കൂടാണ്ട് നിങ്ങൾക്ക് ചെയ്യാനും വേണ്ടി പറ്റും. ഒരാഴ്ച കൊണ്ട് തന്നെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതിനാദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ, അതായത് അരമുറി തേങ്ങയുടെ പകുതി മാത്രം മതി കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് അരിയാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. തേങ്ങേൻ്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാൻ നമുക്ക് ഇതിൻ്റെ പാലാണ് വേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുകയാണ്. നിങ്ങളുടെ അടുത്തുള്ള അരിപ്പ വലിയ ഇതുള്ള അരിപ്പയാണ് നിങ്ങളത് ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങേൻ്റെ ഇതെല്ലാം നമ്മുടെ വെള്ളത്തിലേക്കും വരും. അപ്പോൾ കഴിയുന്നത് നല്ല വൃത്തിയുള്ള കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ ആ കോട്ടൻ്റെ തുണിയിൽ അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എല്ലാം നല്ല എന്താ പറയുക, വിടവ് അധികം ഇല്ലാത്ത അരിപ്പയിൽ കൂടിയാണെങ്കിൽ അത് ഓക്കെയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു തേങ്ങാപ്പാലാണ് നമുക്ക് ഈ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിപ്പം തന്നെ അറിയാൻ പറ്റും എത്രത്തോളം നമ്മുടെ മുഖത്തിന് നല്ലതായിരിക്കും ഇത് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താ നോക്കാം. അപ്പോൾ ഇതൊരു 4 ടേബിൾ സ്പൂണ് പച്ചരി ഞാൻ തലേന്ന് രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അതായത് കഴുകിയിട്ട് ഞാൻ കുതിർത്ത് വെച്ചത്. ഇനി ഇതും ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് ആ വെള്ളം അടക്കം നമുക്കൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരണം. സാധാരണ നമ്മൾ ദോശക്കെല്ലാം മാവ് അരക്കാറില്ലേ, അതുപോലെ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ അരി ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അളവാണ് കേട്ടോ. അപ്പോൾ അതും ഞാൻ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നേരത്തെ പോലെ തന്നെ പിന്നെ ഇതും നന്നായി അരിച്ചെടുക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അരിൻ്റെ ഒരു തരിതരിപ്പ് ഉണ്ടാവും. അതൊട്ടും തന്നെ നമ്മുടെ ഈ ക്രീമിലേക്ക് വരാൻ പാടില്ല. അപ്പോൾ നേരത്തെ തേങ്ങാപ്പാലിൽ തന്നെയാണ് ഞാനിത് അരിച്ചെടുക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ അരിച്ചെടുത്ത തേങ്ങാപ്പാലിലേക്ക് തന്നെ ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് അരി അങ്ങാനും ഇതിലേക്കായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുക. കോട്ടൻ്റെ തുണിയാണെങ്കിലാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, തേങ്ങേൻ്റെയോ അരിൻ്റെയോ ചെറിയ ആ ഒരു പാർട്ടിക്കിൾസ് ഉണ്ടാവാൻ പാടില്ല. വളരെ സ്മൂത്തായിട്ടുള്ള നമ്മൾ സാധാരണ പച്ചവെള്ളം എങ്ങനെ ഉണ്ടാകുക ആ ഒരു രീതിക്കുള്ള ഇതുണ്ടാവണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പഴയ പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഒരു നമ്മുടെ ക്രീമി കൺസിസ്റ്റൻസി ആകുന്ന ആ ഒരു രൂപത്തിന് ഇതിനെ നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ പെട്ടെന്ന് അടിക്ക് പിടിക്കുന്നുള്ളത് മാത്രമല്ല, ഇത് കട്ട പിടിച്ചു നമ്മൾ വിചാരിച്ച കൺസിസ്റ്റൻസി ഇതിന് കിട്ടൂല. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി കൊണ്ടുവരാൻ. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. തേങ്ങാപ്പാലും നമ്മുടെ അരിയും ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വെള്ളാപ്പൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ കപ്പി കാച്ചാന്ന് അറിയൂലേ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. അതായത് നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് ഒരു കട്ടി വരുന്ന സമയത്ത് തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. കാരണം തീ ഓഫ് ചെയ്ത് കുറച്ച് ചൂടാറാൻ വേണ്ടി വെക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടിയും കട്ടിയാവും. അപ്പോൾ ഓവറായിട്ട് കട്ടിയാവേണ്ട ആവശ്യമില്ല. നമുക്കൊരു ക്രീം എങ്ങനെയാണ് ഉണ്ടാകുക ആ ഒരു രീതിക്ക് ഇതാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കുറുക്കിയെടുക്കട്ടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം ആകുന്നേരം നമ്മളിത് തീ ഓഫ് ചെയ്ത് വെച്ച് കൊടുക്കുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കുക കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഉപയോഗിക്കാനും അതുപോലെ തന്നെ അടച്ച് സൂക്ഷിക്കാനും പാടുള്ളൂ. അല്ലാന്നാണെങ്കിൽ ഇത് കേട് വന്നു പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ക്രീം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലൊരു എയർ ടൈറ്റുള്ള ഒരു ബോട്ടിൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ഇടുന്നേരം ശ്രദ്ധിക്കേണ്ടത് ബോട്ടിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലായിരിക്കണം. പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവണം. ചൂടാറിയിട്ടില്ലെങ്കിൽ നമ്മളിത് അടച്ച് വെക്കുമ്പോൾ അതിൻ്റെ നീരാവി മേലേക്ക് പോയിട്ട് അതിലേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കേട് വന്നു പോകും. ഇപ്പോൾ ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഒരാഴ്ചയെല്ലാം നിങ്ങൾക്ക് ഇത് ഒട്ടും കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരാഴ്ചത്തേക്കുള്ള അളവിന് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഇത് ദിവസവും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇതിൽ നമ്മൾ അരി ആഡ് ചെയ്തത് കൊണ്ട് തന്നെ അവരുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അവരിത് അപ്ലൈ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉറപ്പായിട്ട് ഉപയോഗിക്കുക. എല്ലാത്തവരും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് ക്രീമെല്ലാം ഒന്ന് കുറച്ച് ദിവസത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. പിന്നെ അതായത് നിങ്ങൾക്കിത് രാവിലെ വേണമെങ്കിൽ രാത്രി വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ
ചെയ്യുന്നതാണ്. ഇതിന് നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ. ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഖം നല്ല ക്ലീൻ ആയിരിക്കണേ. നമ്മുടെ എന്തെങ്കിലും സോപ്പ് ഉപയോഗിച്ചോ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ടോ മുഖം നല്ല ക്ലീൻ ആക്കി എടുത്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളോട് ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല. എൻ്റെ ഇതിൽ കുറച്ചൊരു തരി വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ചൊരു തരി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കോട്ടൻ്റെ തുണിയിലൂടെ ഉറപ്പായിട്ടും നിങ്ങൾ പിഴിഞ്ഞെടുക്കുക. അങ്ങനെയാകുമ്പോൾ ഒട്ടും തന്നെ തരി ഉണ്ടാവില്ല. കുറച്ച് തരി വന്നാലും നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ട് തന്നെ കിട്ടും. ഇത് കണ്ടോ, ഇത് തേച്ചപ്പോൾ ആ ഒരു വൈറ്റനിങ്, നമ്മൾ ഫെയർ ആൻഡ് ലവ്ലി ക്രീമെല്ലാം യൂസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വൈറ്റനിങ് കിട്ടുമല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു ക്രീം തേച്ചാലും ഉണ്ടാകുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുക. രാത്രി രാവിലെ എപ്പം വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ അരി ഉപയോഗിച്ച് വന്നിട്ട് ഡ്രൈ സ്കിന്നുകാർ എന്തായാലും മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലോ അലോവേര ജെൽ എന്തെങ്കിലും യൂസ് ചെയ്താൽ മതി. പിന്നെ അത് കുറച്ചും കൂടി അവർക്ക് നന്നായിരിക്കും. അവർ ഡെയിലി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.